എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 36 ശ്ലോകം 14, 15, 16, 17, 18, 19, 20 7 ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. അങ്ങനെ ആ അരിഷ്ടനെ വധിച്ചു ഭഗവാൻ. ചത്തു വീണ അവനെ എങ്ങനെയാ ചത്തു വീണതെന്ന് വിവരിക്കുകയാണ് അടുത്ത ശ്ലോകങ്ങളിൽ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 14. അസൃഗ്വമന്മൂത്രശകൃൽ സമുത്സൃജൻ ക്ഷിപംശ്ച പാദാൻ അനവസ്ഥിതേ ക്ഷണ ജഗാമകൃച്ഛ്രം നിരുതേരഥക്ഷയം പുഷ്പൈകിരന്തോ ഹരിം ഈഡിരേ സുരാ. അടി കൊണ്ടപ്പോ രക്തം അങ്ങോട്ട് ഛർദിച്ചു. അവൻ മൂത്രവും ചാണകവും ഒക്കെ ധാരാളം അങ്ങോട്ട് വിസർജിച്ചു. 4 കാലുകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇട്ട് അവനെ അടിക്കാൻ തന്നെ, കൈയും കാലിട്ട് അടിക്കാൻ തുടങ്ങി. പ്രാണവേദന കൊണ്ടേ. അങ്ങനെ പ്രാണവേദന നിമിത്തം കണ്ണുകള് നിലയ്ക്ക് നിൽക്കാതെ അങ്ങനെ കണ്ണൊക്കെ അങ്ങനെ തുറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാൻ തുടങ്ങി. ഒടുവിൽ അവൻ യമപുരിയെ പ്രവേശിച്ചു. അവൻ ചത്തു മലച്ചു. അങ്ങനെ ആ ദുഷ്ടന്റെ വധം നോക്കി നിൽക്കുക ദേവന്മാരൊക്കെ. അത് സന്തോഷായി. കിരന്തോ ഹരിം ഈഡിരേ, പുഷ്പവർഷം ചെയ്ത് ഭഗവാനെ ഈഡിരെ സ്തുതിച്ചു. ഏവം കകുത്മിനം ഹത്വാ സ്തൂയമാനസ്വജാതിഭി വിവേശേ ഗോഷ്ഠം സബലോ ഗോപീനാം നയനോത്സവ. ഇങ്ങനെ ഭഗവാൻ വൃഷഭാസുരനെ ഹനിച്ചു. ആ പേടിയൊക്കെ മാറി. അവനെ കൊന്നു കഴിഞ്ഞപ്പോ വളരെ സന്തോഷമായി ഗോപന്മാർക്ക്. ഗോപന്മാര് ഭഗവാന്റെ അപൂർവ ബലപരാക്രമങ്ങളെ കീർത്തിച്ചുകൊണ്ട് അവരിങ്ങനെ പാട്ടുപാടാണ്, സ്തുതിച്ചു ഭഗവാനെ. ഗോപന്മാരും ഗോപികളുടെ കണ്ണുകൾ അനുഭവിക്കുന്ന ആ ആനന്ദത്തിന്റെ മൂർത്തിമാനായ ഭഗവാൻ. അവർക്ക് അവരുടെ ആനന്ദം ഭഗവാനെ ദർശിക്കൽ മാത്രമാണ് അല്ലെ ആ ഗോപസ്ത്രീകൾ. അങ്ങനെയുള്ള ഭഗവാൻ ബലരാമനോട് കൂടി ചേർന്ന് ഗോകുലത്തിലേക്ക് പോയി. അങ്ങനെ വൃഷഭാസുര യുദ്ധം കേട്ടപ്പോ ബലരാമൻ അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പൊ ബലരാമൻ ഓടി വന്നു. ഇത് ഒരു അസുരം വന്നിട്ടുണ്ട് കൃഷ്ണന്റെ അടുത്ത് എന്ന് പറഞ്ഞപ്പോ ബലരാമൻ ഭഗവാന്റെ അടുത്തേക്ക് ഓടി വരികയാണ്. അങ്ങനെ അരിഷ്ടവധം കഴിഞ്ഞപ്പോ ഇനി ഗോപികൾക്ക് യാതൊരു അരിഷ്ടം ഉണ്ടാവില്ല. അവരുടെ അരിഷ്ടം എല്ലാം തീർന്നു എന്ന് എല്ലാ മട്ടിലുള്ള ഒരു സുന്ദരമായ മന്ദഹാസത്തോടു കൂടി ഭഗവാൻ ഇങ്ങനെ വരുന്ന കണ്ടപ്പോ അവര് എല്ലാവർക്കും വളരെ സന്തോഷമായി. ബലരാമേട്ടൻ ഭഗവാനെ ആലിംഗനം ചെയ്തു. ഭഗവാൻ അവരോട് ചേർന്ന് പിന്നെയും രമിച്ചു. അരിഷ്ടേ നിഹതേ ദൈത്യേ കൃഷ്ണേന അത്ഭുതകർമ്മണ കംസായാഥാഹ ഭഗവാൻ നാരദോ ദേവദർശന. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോ നമ്മുടെ നാരദ മഹർഷി, ത്രികാലജ്ഞാനിയും ദേവകാര്യം സാധിക്കാൻ ശ്രദ്ധയുള്ളവനുമായ ഭഗവാൻ നാരദ മഹർഷി എന്നാ പറയണത്, ഒരു ദിവസം കംസന്റെ അടുത്ത് വന്ന് പറയാം. യശോദായാ സുതാം കന്യാം ദേവക്യാ കൃഷ്ണമേവ ച രാമം ച രോഹിണീപുത്രം വസുദേവേന ബിഭ്യതാ ന്യസ്തൗ സുമിത്രേ നന്ദേ വൈ യാഭ്യാം തേ പുരുഷാഹതാഃ. അതെ, കംസനോട് പറയാ, കാലദേവി ആയിട്ടുള്ള കംസ, അങ്ങൊരു കാര്യം മനസ്സിലാക്കണം. ഈ ദേവകിയുടെ അടുത്തുണ്ടായിരുന്ന ആ പെൺകുട്ടി ഉണ്ടല്ലോ, യശോദയുടെ പുത്രിയാ. യശോദയുടെ പുത്രൻ എന്ന് പേര് കേട്ടുകൊണ്ടിരിക്കുന്ന കൃഷ്ണൻ ഉണ്ടല്ലോ, അത് ദേവകിയുടെ പുത്രനാ. രോഹിണിയുടെ പുത്രൻ എന്ന് പ്രസിദ്ധനായിരിക്കുന്ന ആ ബലരാമൻ ദേവകിയുടെ 7ാമത്തെ ഗർഭത്തിൽ നിന്നുണ്ടായ പുത്രനാണ്. അങ്ങേ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന വസുദേവരെ തന്റെ പുത്രന്മാരായ രാമകൃഷ്ണന്മാരെ ഗോകുലത്തില് തന്റെ സുഹൃത്തായിരിക്കുന്ന നന്ദന്റെ കയ്യിൽ കൊടുത്തിരിക്കുകയാണ്. കംസനോട് പറയാം, മഹാരാജാവേ, കുറെ അസുരന്മാരെ അയച്ചില്ലേ, അവരെയൊക്കെ കൊന്നത് ആരാന്നാ വിചാരം? ഈ 2 കുട്ടികളാ. ഇതങ്ങോട്ട് കേട്ടില്ലേ കംസനെങ്ങനെ വിറച്ചിട്ട്, നിശമ്യതൽഭോജവതി കോപാൽ പ്രചലിതേന്ദ്രിയ നിശാതം അസിമാദത്ത
വസുദേവ ജിഘാംസയാ നിവാരിതോ നാരദേന തൽസുതോ മൃത്യുമാത്മന ജ്ഞാത്വാ ലോകമയൈ പാശൈ ബബന്ധ സഹ ഭാര്യയാ. നാരദ മഹർഷി പറഞ്ഞതങ്ങോട്ട് കേട്ടപ്പോ കംസന്റെ സകല ഇന്ദ്രിയങ്ങളും കോപം കൊണ്ട് ഇങ്ങനെ വിറയ്ക്കാണ് കംസന്. നിന്നിട്ട് ദേഷ്യം കൊണ്ട് വസുദേവനെ ഇപ്പൊ കൊല്ലും, അവനെ ഞാൻ ഇപ്പൊ കൊല്ലുന്ന് പറഞ്ഞോണ്ട് തന്റെ മൂർച്ചയേറിയ വാളങ്ങോട്ട് എടുത്തു പിടിച്ചു. അപ്പൊ നാരദ മഹർഷി പറഞ്ഞു, വരട്ടെ വരട്ടെ വരട്ടെ, വസുദേവരല്ല അങ്ങയുടെ ശത്രു, വസുദേവന്റെ 2 മക്കളല്ലേ ശത്രുക്കള്, അവര് 2 പേരും നിന്നെ കൊല്ലുന്നുള്ള അന്തകനാണ്, അങ്ങയെ കൊല്ലും. അപ്പൊ അവര് വധിച്ചാ പോരെ, അതിനുള്ള സൂത്രം ഞാൻ പറഞ്ഞുതരാം എന്ന് പറയണ്. അങ്ങനെ എന്തു ചെയ്തു കംസൻ? വീണ്ടും ആ വസുദേവരെ ചെങ്ങല കൊണ്ട് 2 പേര് പിടിച്ച് കേട്ടവന്, അവന്റെ ഭാര്യയും പറഞ്ഞിട്ട് 2 പേരും ദേവകിയും വസുദേവരെയും വീണ്ടും ചെങ്ങലക്കിട്ട് ജയിലിൽ കൊണ്ടിട്ടു. പ്രതിയാതേതു ദേവർഷൗ കംസാഭാഷ്യകേശിനം പ്രേഷയാമാസ ഹന്യേതാം ഭവതാ രാമകേശവൗ തതോ മുഷ്ടിക ചാണൂര ശലതോശലകാദികാൻ അമാത്യാൻ ഹസ്തിപാൻശ്ചൈവ സമാഹൂയാഹ ഭോജരാട്. നാരദ മഹർഷി പോയ ഉടനെ കംസൻ കേശി എന്നു പേരായിട്ടുള്ള അസുരനെ വിളിച്ചു. കേശിയെ പറഞ്ഞയക്കാണ് അവിടേക്ക്. നാരദ മഹർഷി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ, ഇനി അസുരന്മാരെ ഒന്നും പറഞ്ഞു വെച്ചിട്ട് കാര്യമില്ല കേട്ടോ, അവരെ ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവന്നാ മതി. എത്ര അസുരന്മാരെ പറഞ്ഞയച്ചു, അവരെയൊക്കെ ഹനിച്ചില്ലേ, ഇനി അവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരും, എന്തെങ്കിലും സൂത്രം പറഞ്ഞു. എങ്ങനെ അവര് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ വരുമോ ചോദിക്കുകയാണ്. അപ്പൊ കംസൻ പറയാം, അതൊക്കെ വരും, സൂത്രം പറയണം, ഇവിടെ എന്തെങ്കിലും ഉത്സവം നടക്കുകയാണ്, കാണാൻ വരാം. അപ്പൊ ആരെ ഇവിടുന്ന് പറഞ്ഞേക്കാം? അത് നമ്മുടെ അക്രൂരനില്ലേ, എല്ലാം നാരദ മഹർഷി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് സൂത്രങ്ങളൊക്കെ. എന്നാലും കേശി ഒരു തവണയും കൂടി നോക്കാന്ന് വെച്ചിട്ട് അതിഭീകരനാണ് കേശി. അവനെ പറഞ്ഞയച്ചു കംസൻ, നീ ഇപ്പൊ തന്നെ വ്രജത്തിൽ പോയിട്ട് ആ ബലരാമനെയും കൃഷ്ണനെയും കൊല്ലണം എന്ന് പറഞ്ഞ് അവനെ പറഞ്ഞയച്ചു. ഇനി അവന് കൊല്ലാൻ പറ്റിയില്ലെങ്കിലോ വിചാരിച്ചിട്ട് ആ മുഷ്ടിക, അതിഭീകരന്മാരായിട്ടുള്ള 2 മല്ലന്മാരുണ്ട്, മുഷ്ടികനും ചാണൂരനും, അവരെ 2 പേരെയും വിളിച്ചു. മന്ത്രിമാരെ ആനക്കാരെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് അവരോട് കംസൻ പറയാണ്. അതാണ് ഇനി അടുത്ത ശ്ലോകത്തിൽ പറയണത്. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.